എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നതായി തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ അനുവദിച്ച് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമ ബോർഡ് പെൻഷനുകളും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷനും വിവിധ ജനങ്ങൾക്ക് കണക്റ്റുവ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. എന്നാൽ സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ 1000 രൂപ ഇതുവരെ ലഭ്യമായിട്ടില്ല. എത്ര പേർക്ക് ഈ തുക നൽകണമെന്നതിനെ കുറിച്ചോ ഇതിന് അനുവദിക്കേണ്ട ആകെ തുകയെക്കുറിച്ചോ ധനവകുപ്പിൽ നിന്നും കൃത്യമായ ഉത്തരവ് ലഭിക്കാത്തതാണ് വിതരണം വൈകാൻ കാരണം. എന്നാൽ ഈ സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ ധനസഹായ വിതരണം ഈ ആഴ്ചയിൽ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 25ഓടെ ഗുണഭോക്താക്കൾക്ക് 1000 രൂപ വിതരണം ചെയ്യാനുള്ള നടപടികൾ തുടക്കം കുറിക്കുന്നതാണ്. പദ്ധതികൾക്കായി അപേക്ഷിച്ച 18 ലക്ഷത്തോളം പേരിൽ നിലവിൽ അർഹരായ 16 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് ഈ ഘട്ടത്തിൽ തുക ലഭിക്കുക. എന്നാൽ രേഖകളിലെ പിശകുകൾ കാരണം മടക്കപ്പെട്ടത് അഥവാ റിജക്റ്റ് ആയ 86,000-ഓളം അപേക്ഷകൾ കൃത്യമായി പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ തുടർന്ന് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. ജനുവരിയിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ആദ്യ 2 ഗഡുക്കൾ ഫെബ്രുവരി മാർച്ച് മാസത്തിലായിട്ടാണ് വിതരണം ചെയ്തത്. ഫെബ്രുവരി തുക ലഭിക്കാതിരുന്ന അർഹരായ പലർക്കും മാർച്ച് മാസം 2 ഘട്ടങ്ങൾ ഒരുമിച്ച് നൽകിയിരുന്നു. വൈകി അപ്രൂവൽ ലഭിച്ചതിനാൽ ഇതുവരെ ഈ ധനസഹായം ലഭിക്കാത്തവർക്ക് ഈ ഏപ്രിൽ മാസം മുതൽ തന്നെ തുക ലഭിച്ചു തുടങ്ങുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിക്കിടക്കുന്ന പിഴത്തുകകൾ തീർപ്പാക്കുന്നതിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച 50% ഇളവ് പദ്ധതിയുടെ കാലാവധി ഏപ്രിൽ 30 അവസാനിക്കുകയാണ്. 2024 ഡിസംബർ 31 മുമ്പ് മോട്ടോർ വാഹന വകുപ്പോ കേരള പോലീസോ ചുമത്തിയിട്ടുള്ള ട്രാഫിക് ചെല്ലാനുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സാധാരണയായി വലിയ തുക പിഴയായി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് പകുതിയായി കുറച്ച് അടച്ചു തീർക്കാമെന്നത് വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമാണ്. ഈ ഇളവ് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ www.mvd.kerala.government.in വഴിയോ അല്ലെങ്കിൽ പരിവാഹൻ ഇ ചെല്ലാൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായി പണം അടയ്ക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളും പദ്ധതികളുടെയും വിതരണം ആരംഭിക്കുന്ന സമയമാണ്. എന്നാൽ പല വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ദീർഘകാലമായി ഇടപാടുകൾ നടത്താത്തതിനാലോ അല്ലെങ്കിൽ KYC പ്രക്രിയ പൂർത്തിയാക്കാത്തതിനാലോ അഥവാ ഇനാക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കുന്നതിനായി ആധാർ കാർഡിന്റെ ഒറിജിനലും പകർപ്പും സഹിതം നിങ്ങളുടെ ബാങ്കുകളിലെത്തി KYC ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. രേഖകൾ സമർപ്പിച്ച ശേഷം അക്കൗണ്ട് വഴി ഒരു ചെറിയ ഇടപാട്, അതായത് ഒരു ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ട് അത് സജീവമാണെന്ന് ഉറപ്പുവരുത്തണം. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കോ ആണ് ഈ രീതിയിൽ സ്കോളർഷിപ്പ് തുക കൈമാറുന്നത്. അതിനാൽ അപേക്ഷ നൽകിയ വെബ്സൈറ്റുകൾ വഴി ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിക്കാനും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൃത്യമായി ട്രാക്ക് ചെയ്യാനും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത വാർത്താ അപ്ഡേറ്റ്, കാലാവസ്ഥ പ്രതിഭാസം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയം നേരിട്ട് വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. നേരിട്ട് ശരീരത്തിലേക്ക് വെയിലേൽക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ തൊഴിലുടമയുമായി സംസാരിച്ച് ജോലി സമയത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ജോലി സമയവുമായി ബന്ധപ്പെട്ടതോ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ലേബർ കമ്മീഷണറുടെ ഓഫീസുമായോ അതായത് ജില്ലാ ലേബർ ഓഫീസുകളുമായോ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. അടുത്ത വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ കനത്ത ചൂട് തുടരുന്നു. ഇപ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം റെക്കോർഡിലേക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രതിദിന ഉപഭോഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 117.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം മാത്രം കേരളം ഉപയോഗിച്ചത്. വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ സാധ്യതയുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. എന്നാൽ ഇത് ഒഴിവാക്കാനുള്ള നടപടികളും ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി എത്തിച്ചുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാനാണ് പുതിയ നീക്കം. ഇതിനായി യൂണിറ്റിന് 10 രൂപ വരെ നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഈ മാസം 22-ന് നടക്കുന്ന പൊതുതെളിവെടുപ്പിന് ശേഷം ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ 16ാമത് ജനസംഖ്യ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ഭവന നിർണയത്തിനും ഭവന സെൻസസിനും രാജ്യത്ത് തുടക്കമായിരിക്കുകയാണ്. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ഏപ്രിൽ 16 വ്യാഴാഴ്ച മുതൽ മെയ് 15 വരെ നീണ്ടു നിൽക്കുന്ന 30 ദിവസത്തെ ഈ പ്രവർത്തനത്തിൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കർണാടക, ഗോവ, മിസോറാം, ഒഡീഷ, സിക്കിം എന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ്, ആൻഡമാൻ, ഡൽഹി NDC ഏരിയ, ഡൽഹി കാന്റോൺമെന്റ് ബോർഡ് എന്നിവിടങ്ങളിലുമാണ് ഫീൽഡ് തല വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഒന്നാം ഘട്ടത്തിൽ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയിട്ടുള്ള ഇതിൽ വീടുകളുടെ അവസ്ഥ, അതുപോലെ ശുദ്ധജലം, വൈദ്യുതി, ശൗചാലയം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ വാഹനങ്ങൾ, ഇന്റർനെറ്റ് തുടങ്ങിയ ആസ്തികൾ എന്നിവയും ബന്ധപ്പെട്ട 33 ചോദ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ മൊബൈൽ ആപ്പ് വഴി ചോദിച്ചറിയുക. ഇത്തവണ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഈ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന ID, അതായത് SCID ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ കൈമാറിയാൽ മതിയാകും. കേരളത്തിൽ ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ അവസരം. തുടർന്ന് ജൂലൈ 1 മുതൽ 30 വരെ ഉദ്യോഗസ്ഥർ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. നിലവിൽ നടക്കുന്നത് ഒന്നാം ഘട്ട കണക്കെടുപ്പാണെന്നും ജനസംഖ്യയും ജാതിയും കണക്കാക്കുന്ന രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിലായിരിക്കും കേരളത്തിൽ നടക്കുകയെന്നും അധികൃതർ അറിയിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ സെൻസസ് ആരംഭിച്ചെങ്കിലും കേരളത്തിൽ പൊതുജനങ്ങൾ ജൂൺ പകുതിയോടെ മാത്രം വിവരങ്ങൾ നൽകി തുടങ്ങിയാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.